നമസ്കാരം സുഹൃത്തുക്കളെ, 2023 കേരള PSC നടത്തിയിട്ടുള്ള ഇംഗ്ലീഷിലെയും മലയാളത്തിലെയും ചോദ്യങ്ങളുടെ വിശകലനമാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. നമ്മൾ 8ാമത്തെ ക്വസ്റ്റ്യൻ പേപ്പറിലേക്ക് ഇന്ന് എത്തിച്ചേർന്നിരിക്കുകയാണ് അല്ലേ. 2024 നമ്മൾ ഓൾറെഡി കംപ്ലീറ്റ് ചെയ്തു. അങ്ങനെ നമ്മൾ വീണ്ടും 2023 എത്തി. 8ാമത്തെ ക്വസ്റ്റ്യൻ പേപ്പറാണ്. ഇംഗ്ലീഷും മലയാളവും മാത്രം കേട്ടോ. ഒരുപാട് ഉദ്യോഗാർത്ഥികൾ താഴെ കമന്റ് ചെയ്യുന്നതിൽ, അതായത് ഇംഗ്ലീഷിലും മലയാളത്തിലും ഒക്കെ ഇപ്പൊ നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ കഴിയുന്നുണ്ട് എന്ന് അറിയിക്കുന്നതിൽ വളരെയധികം സന്തോഷമുണ്ട്. അപ്പൊ അടുത്ത എക്സാമുകളിലും അടുത്ത ASM എക്സാം നിങ്ങൾക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ് അല്ലേ. അതെ, അപ്പോൾ നല്ല മാർക്ക് അതിൽ എന്ത് ചെയ്യണം, സ്കോർ ചെയ്യാനായിട്ട് സാധിക്കണം. പുതിയ SCRT ക്ലാസ്സുകൾ നമ്മുടെ ചാനലിൽ ഇട്ടിട്ടുണ്ട്. അതുപോലെ ടോപ്പിക് വൈസ് ആയിട്ട് 2021 മുതൽ 2025 വരെയുള്ള ടോപ്പിക് വൈസ് ആയിട്ടുള്ള PVIQ ചെയ്തു വരുന്നുണ്ട്. എല്ലാം നല്ല രീതിയിൽ പ്രയോജനപ്പെടുത്തുക. നിങ്ങളുടെ സപ്പോർട്ട് പരമാവധി പ്രതീക്ഷിക്കുന്നു കേട്ടോ. നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. ക്വസ്റ്റ്യൻ പേപ്പറിന്റെ കോഡ് നോക്കിയോ, 123/23 ആണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ദ സെക്രട്ടറി ഹാസ് ടേക്കൺ ഡാഷ് യുനാനിമസ് ഡിസിഷൻ ഡ്യൂറിംഗ് ഡാഷ് ക്രൈസിസ്. ഇവിടെ ഏതാണ്, ആർട്ടിക്കിളിൽ നിന്നുള്ള ക്വസ്റ്റ്യൻ ആണ് അല്ലേ. എന്ത് ചെയ്തു, സെക്രട്ടറി ഒരു ഡിസിഷൻ എടുത്തു അല്ലെ, ഒരു യുനാനിമസ് ഡിസിഷൻ ഡ്യൂറിംഗ് ദ ക്രൈസിസ്, അതായത് ഒരു പ്രതിസന്ധി വന്ന സമയത്ത് സെക്രട്ടറി എന്ത് ചെയ്തു, ഒരു എല്ലാവർക്കും ഇതാവുന്ന രീതിയിൽ ഒരു ഐക്യരൂപമുള്ള തീരുമാനത്തെ എടുത്തു സെക്രട്ടറി. അപ്പൊ ഇവിടെ പ്രിപ്പോസിഷൻ എങ്ങനെ വരണം, ഡാഷിന് ശേഷമുള്ള സെന്റൻസ് നോക്കണം അല്ലേ. ഇവിടെ എന്താണ് നമ്മൾ പറയുന്നത്, യുനാനിമസ് എന്നാണ് അല്ലെ, യു ആണ്. യാ എന്ന് വരുന്ന സമയത്ത് എന്താണ് ഇവിടെ ഉപയോഗിക്കുക, ഹാസ് ടേക്കൺ ഡാഷ് യുനാനിമസ് ഡിസിഷൻ ഡ്യൂറിംഗ് ഡാഷ് ക്രൈസിസ്. ഇവിടെ ഏത് ആൻസർ വരിക, അടുത്ത ക്വസ്റ്റ്യൻ നിങ്ങൾ ചെയ്ത് നോക്കൂ കേട്ടോ. ചെയ്ത് നോക്കണേ, നിങ്ങൾക്ക് ചെയ്തിട്ട് ആൻസർ കിട്ടുന്നുണ്ടോ നോക്കൂ. അടുത്ത ഏതാ ക്വസ്റ്റ്യൻ, ടേൺ ഇൻ ടു പാസീവ് വോയിസ് അല്ലേ. തന്നിരിക്കുന്ന സെന്റൻസിനെ പാസീവ് വോയിസിലേക്ക് മാറ്റാനാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഇവിടെ എന്താ ക്വസ്റ്റ്യൻ, ദ നഴ്സിംഗ് അസിസ്റ്റന്റ് ഹാസ് ഐസോലേറ്റഡ് ദ കോവിഡ് വിക്ടിംസ് ടു ദ ഇവാക്യുവേഷൻ റൂം അല്ലേ. എന്താണ്, അപ്പൊ ഇതിന് നമ്മൾ എന്ത് ചെയ്യണം, പാസീവ് വോയിസിലേക്ക് മാറ്റേണ്ടതുണ്ട്. അപ്പൊ എങ്ങനെ പാസീവ് വോയിസിലേക്ക് മാറ്റും, പാസീവ് വോയിസിലേക്ക് മാറ്റണം. നിങ്ങൾ ചെയ്യണം കേട്ടോ, പോസ്റ്റ് ചെയ്തിട്ട് ചെയ്ത് നോക്കണം. അല്ലാതെ ഞാൻ ആൻസർ പറഞ്ഞു നിങ്ങൾ അത് കേട്ടു അപ്പൊ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ആൻസർ അവിടെ ചെയ്യാനായിട്ട് സാധിക്കില്ല. അപ്പൊ നിങ്ങൾ അത് ചെയ്തേ പറ്റൂ കേട്ടോ. ഓക്കെ, അടുത്ത നോക്കൂ. കംപ്ലീറ്റ് ദ സെന്റൻസസ് ബൈ ചൂസിംഗ് ദ സ്യൂട്ടബിൾ ഓപ്ഷൻസ് ഗിവൺ ബിലോ. താജ്മഹൽ ഈസ് വൺ ഓഫ് ദി അല്ലേ. ഇവിടെ ഏതാ സൂപ്പർലേറ്റീവ് ഡിഗ്രി വന്നിട്ടുണ്ട് അല്ലേ, വൺ ഓഫ് ദ architectural masterpieces of the world's heritage. 3 ക്വസ്റ്റ്യൻ ആൻസർ കിട്ടുന്നുണ്ട്. നമുക്കൊന്ന് ചെയ്ത് നോക്കിയാലോ. അപ്പൊ ഇവിടെ യുനാനിമസ് എന്ന് വന്നു അല്ലെ, യുനാനിമസ്. അപ്പൊ ഇവിടെ ഉച്ചാരണം ഏതാ വന്നിരിക്കുന്നത്, യാ ആണ് അല്ലെ. ക ഖ ഖ ഖ ങ എന്ന് തുടങ്ങിയിട്ട് ച ഛ ഛ ന ട ട അല്ലെ, താത്ത പാപ്പ യാര ല വ ശ ഷ സ അല്ലെ. അങ്ങനെയുള്ള ഉച്ചാരണമാണ് വരുന്നതെങ്കിൽ അവിടെ ഏതായിരിക്കണം, എ ആയിരിക്കണം അല്ലെ, എ ആണ്. പിന്നെ ഇവിടെ എന്താ, ഡ്യൂറിങ്, ഇവിടെ ഒരു ക്രൈസിസ് ആണ് അല്ലെ, ഒരു പ്രതിസന്ധിയെ കുറിച്ചിട്ട് ഇവിടെ എടുത്തു പറയുന്നുണ്ട് അല്ലെ. അപ്പൊ ഏതാണ് ഉപയോഗിക്കേണ്ടത്, ദ എന്ന ആർട്ടിക്കിൾ ഉപയോഗിക്കണം. ദ സെക്രട്ടറി ഹാസ് ടേക്കൺ എ യുനാനിമസ് ഡിസിഷൻ ഡ്യൂറിംഗ് ദ ക്രൈസിസ്. അടുത്ത ടേൺ ഇൻ ടു പാസീവ് വോയിസ് അല്ലെ. ദ നഴ്സിംഗ് അസിസ്റ്റന്റ് ഹാസ് ഐസോലേറ്റഡ് ദ കോവിഡ് വിക്ടിംസ് ടു ദ ഇവാക്യുവേഷൻ റൂം. നിങ്ങൾക്ക് ആൻസർ ചെയ്തോ, നിങ്ങൾ ആൻസർ ചെയ്തോടാ. ഏതാണ് ഇവിടെ ആൻസർ വരിക, ഏതാണ്, സി ആണ് അല്ലേ. അപ്പൊ ഇവിടെ നിന്ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്യണം അല്ലേ. ദ കോവിഡ് വിക്ടിംസ് എന്താ, കോവിഡ് വിക്ടിംസ് ആണ് അല്ലെ. ഒരുപാട് ലക്ഷണങ്ങൾ ഉണ്ടാവും അല്ലെ. കോവിഡ് വന്നു കഴിഞ്ഞാൽ ഒരു ലക്ഷണം മാത്രമാണ് ഉണ്ടാകുക, അല്ല ഒന്നിൽ കൂടുതൽ ഉണ്ടാകും അല്ലെ. അപ്പൊ അവിടെ ഏത് വെർബ് ആയിരിക്കണം യൂസ് ചെയ്യേണ്ടത്, പ്ലൂറൽ ആയിരിക്കണം യൂസ് ചെയ്യേണ്ടത് അല്ലെ. ദ കോവിഡ് വിക്ടിംസ് ഹാവ് ബീൻ ഐസോലേറ്റഡ് ടു ദി ഇവാക്യുവേഷൻ റൂം. ഓക്കെ ആണോ. അടുത്തത്, കംപ്ലീറ്റ് ദ സെന്റൻസസ് ബൈ ചൂസിംഗ് ദ സ്യൂട്ടബിൾ ഓപ്ഷൻസ് ഗിവൺ ബിലോ. ഇവിടെ എന്താ, താജ്മഹൽ ഈസ് വൺ ഓഫ് ദ സൂപ്പർലേറ്റീവ് ഡിഗ്രി ഫോം ആണ് അല്ലെ. അപ്പൊ സൂപ്പർലേറ്റീവ് ഡിഗ്രി ഫോമിൽ താഴെ തന്നിട്ടുള്ള ഓപ്ഷനിൽ ഏത് വരും, സി ആണ് അല്ലെ. ഗ്രാൻഡസ്റ്റ് ആണ് അല്ലെ, മോർ ഗ്രാൻഡും ഇതൊക്കെ ഇതൊക്കെ കമ്പാരിറ്റീവ് ഫോമിലാണ് വരുന്നത്. അപ്പൊ ഇതാണ് സൂപ്പർലേറ്റീവ് ഡിഗ്രിയിൽ വരുന്ന ക്വസ്റ്റ്യൻ. ഗ്രാൻഡസ്റ്റ് ആണ് കേട്ടോ. താജ്മഹൽ ഈസ് വൺ ഓഫ് ദ ആർക്കിടെക്ചറൽ മാസ്റ്റർ പീസ് ഓഫ് ദി വേൾഡ്സ് ഹെറിറ്റേജ്.
Next one, when the minister and party reached the disaster relief camp, the volunteers dash ബ്രാക്കറ്റിൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട് the relief goods. മന്ത്രി എത്തിച്ചേരുമ്പോഴേക്കും എന്ത് ചെയ്യുന്നു? സാധനങ്ങളൊക്കെ രക്ഷയ്ക്ക് വേണ്ടിയിട്ടുള്ള സാധനങ്ങളൊക്കെ എന്ത് ചെയ്തു? വിതരണം ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ വിതരണം ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ എന്ത് വരും? ഹാഡ് ഡിസ്ട്രിബ്യൂട്ടഡ്. When the minister and party reached the disaster relief camp, the volunteers had distributed the relief goods. Complete the conditional sentences using corrective verb. If clause-ൽ വരുന്നതാണ് അല്ലേ? ഇതിലാണ് if clause-ൽത്തെ സെന്റൻസ് ആണ്. അപ്പൊ പെട്ടെന്ന് ആൻസർ കണ്ടെത്താൻ എന്ത് ചെയ്യണം? ഇവിടെ could have ആണ് അല്ലേ? could have വന്നിട്ടുണ്ടെങ്കിൽ ഈ ഡാഷിന്റെ അവിടെ എപ്പോഴും എന്തായിരിക്കണം? had plus V3 ഫോം ആയിരിക്കണം. if you had കഴിഞ്ഞിട്ട് എന്ത് വരണം? V3 ഫോം വരണം. V3 ഫോം ഏതാ? had എന്നല്ലേ? ഉണ്ടായിരുന്നു. ഒരു had എന്താണ്? വെർബ് ഫോമിലും ഒരു had എന്താ? ഉണ്ടായിരുന്നു എന്ന അർത്ഥത്തിലും. If you had the medicine, you could have vaccinated the patients. Pick out the word from the options. That means a brief statement that expresses a general truth or a common saying or observation. എന്താ? എന്താണ്? അതായത് ഒരു പഴമൊഴിയാണ് അല്ലേ? ഒരു brief statement that expresses a general truth or a common saying or observation. ഒരു പൊതുവായിട്ടുള്ള ഒരു സത്യം അല്ലേ? ഒരു പൊതുവായ സത്യം രേഖപ്പെടുത്തുക എന്നതിനെ പറയുന്നതാണ് എന്താണ്? adage ട്ടോ. എന്താണ്? adage. അടുത്തത് pick out the correctly spelled word. misappropriation ഏതാ correct? misappropriation C ആണ് അല്ലേ? misappropriation misappropriation. okay, misappropriation ട്ടോ. misappropp ഉണ്ട് ട്ടോ. രണ്ട് p ഉണ്ട്. PROPRIATION അല്ലേ? എന്താ? misappropriation അല്ലേ? എന്താണ്? അതായത് ഒരു തെറ്റായിട്ടുള്ള ഉപയോഗം അല്ലേ? തെറ്റായിട്ടുള്ള ഉപയോഗം misappropriation എന്ന് പറയുന്നത്. Next one, Riya doesn't like to go for parties. അവൾ എന്താണ്? പാർട്ടിക്ക് പോകാൻ ഇഷ്ടപ്പെടുന്നില്ല. She goes to one very rarely. very rarelyയുടെ idiom ആണ് ചോദിച്ചിരിക്കുന്നത്. idiom നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? idiom കാണാത്ത കൂട്ടുകാര് 2021 മുതൽ 25 വരെ കേരള PSC നടത്തിയിട്ടുള്ള idiom ഫുള്ളും എന്ത് ചെയ്തിട്ടുണ്ട്? ക്ലാസ് ഇട്ട് തന്നിട്ടുണ്ട് കേട്ടോ. വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂഷൻ ഇട്ട് തന്നിട്ടുണ്ട്, ആർട്ടിക്കിൾ ഇട്ട് തന്നിട്ടുണ്ട്, സിനോണിംസ് ഇട്ടിട്ടുണ്ട്, ആന്റോണിയംസ് ഇട്ട് തന്നിട്ടുണ്ട്. നന്നായിട്ട് പ്രയോജനപ്പെട്ടാൽ ഇംഗ്ലീഷും മലയാളവും കണ്ണടച്ചിട്ട് മാർക്ക് വാങ്ങിക്കാം. കാരണം ഡെയിലി നമ്മുടെ ക്ലാസ്സുകൾ ഫോളോ ചെയ്യുന്ന കൂട്ടുകാരുണ്ട്. ഇപ്പൊ 2024 കംപ്ലീറ്റ് ചെയ്ത മുഴുവൻ കൂട്ടുകാരെ എനിക്കറിയാം. അതുപോലെ 2025 കുറച്ച് ക്വസ്റ്റ്യൻ പേപ്പർ ഇട്ടു, 2023 കുറച്ച് ക്വസ്റ്റ്യൻ ഇട്ടു. അപ്പൊ ആ വ്യക്തികൾക്ക് അറിയുന്നുണ്ടാകും ഈ ക്വസ്റ്റ്യൻ പേപ്പർ ഇതാണ്. ഒരു ഇംഗ്ലീഷ് ലെവലിന്റെ ക്വസ്റ്റ്യൻ എന്നും കാണുന്ന ക്വസ്റ്റ്യൻസ് ആണ്. പരിചയപ്പെട്ടവർക്ക് മനസ്സിലാവും ഇതാണ് മോഡൽ എന്നും വരുന്നത്. അപ്പൊ അത് നല്ല ഇമ്പോർട്ടന്റ് കൊടുത്ത് ആ വ്യക്തി പഠിക്കുകയും ചെയ്യും, ഉയർന്ന റാങ്കുകളിലേക്ക് എത്തുകയും ചെയ്യും. അപ്പൊ വെരി റയർലിയുടെ ഇഡിയം എന്താ? വൺസ് ഇൻ എ ബ്ലൂ മൂൺ ട്ടോ. വെരി റയർലി അതായത് വളരെ അപൂർവമായി എന്ന അർത്ഥത്തിലാണ് അല്ലെ വെരി റയർലി എന്ന് പറയുക. അപ്പൊ അതിന്റെ വൺസ് ഇൻ എ ബ്ലൂ മൂൺ. അടുത്ത നോക്കൂ, സിനോണിയം ആണ് കേട്ടോ. മിറ്റിഗേറ്റ്സ്. എന്താ നമ്മൾ സിനോണിയംസ് പഠിച്ചത്? 77 ചോദ്യ പേപ്പറുകളിൽ നിന്ന് എടുത്തിട്ടുള്ള സിനോണിയംസിന്റെ ക്ലാസ്സുകൾ ഞാൻ ഇട്ട് തന്നിട്ടുണ്ടായിരുന്നു. ഒരൊറ്റ ക്ലാസ്സിലായിട്ടാണ് 77 ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്ന് എടുത്തിട്ടുള്ള സിനോണിയംസ് ഇട്ട് തന്നിട്ടുണ്ടായിരുന്നത്. അതിൽ ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു മിറ്റിഗേറ്റ്. എന്താ മിറ്റിഗേറ്റിന്റെ സിനോണിയം? താഴെ കമന്റ് ചെയ്യണം കേട്ടോ. മിറ്റിഗേറ്റ് സിനോണിയം ആണ്. എന്താ മിറ്റിഗേറ്റ് പറയുക? കുറയ്ക്കുക അല്ലെ, അല്ലെങ്കിൽ ശമിപ്പിക്കുക എന്ന അർത്ഥത്തിലാണ്. റെഡ്യൂസ് ചെയ്യുക എന്ന അർത്ഥത്തിലാണ് മിറ്റിഗേറ്റ്. അതിന്റെ സിനോണിയം താഴെ കമന്റ് ചെയ്യാം. മദർ തെരേസ വാസ് obviously a generous and large-hearted personality who always stood as a symbol of love, compassion, empathy and charity. അപ്പൊ എന്തു പറയും? എന്താണ്? കരുണയുള്ളതും ദയയായിട്ടില്ലേ, ദയയും ഒക്കെ ഉള്ള ഒരു വ്യക്തിയാണ് അല്ലെ മദർ തെരേസ എന്ന് പറയുന്നത്. അപ്പൊ എന്താ ഇവിടെ ആൻസർ വരിക? കമ്പാഷൻ അല്ലേ? COM. എന്താ ഒരു ആൻസർ? COMPASSION അല്ലേ? കമ്പാഷൻ. എന്താ? കമ്പാഷൻ, കരുണ, ദയ എന്നൊക്കെ അർത്ഥത്തിലാണ് ഇവിടെ വരുന്നത് കേട്ടോ. കരുണ.
അല്ലെങ്കിൽ ദയ. ഇതാണ് കമ്പാഷൻ. മദർ തെരേസ വാസ് obviously a generous and large-hearted personality who always stood as a symbol of love, compassion, empathy and charity. കാരണം നമ്മൾ മദർ തെരേസയുടെ ക്വസ്റ്റ്യൻ പറഞ്ഞത് ഡിലീഷൻ ആണ് കേട്ടോ. ക്വസ്റ്റ്യൻ ഡിലീഷൻ ആണ്. കാരണം അതിൽ ആൻസർ എന്താ വരുന്നത്? കമ്പാഷൻ തന്നെയാണ് വരുന്നത്. പക്ഷെ സെന്റൻസിലും എന്തുണ്ട്? കമ്പാഷൻ എന്നുള്ളത് കൊണ്ട് ആ ക്വസ്റ്റ്യൻ എന്ത് ചെയ്തു? ഡിലീറ്റ് ചെയ്തു കേട്ടോ. വിവാഹം ചെയ്ത് ഭാര്യയോടുകൂടെ പാർക്കുന്നവൻ എന്ന അർത്ഥം വരുന്ന ഒറ്റപ്പദം ഏതാണ്? വിവാഹം ചെയ്ത് ഭാര്യയോടുകൂടെ പാർക്കുന്നവൻ. കഷ്ടകാലം പിടിച്ചവനായിരിക്കും അല്ലേ? കഷ്ട ആയിരിക്കാം. പക്ഷെ ഞാനിവിടെ ഒരു തമാശ പറഞ്ഞതാണ്. ആരായിരിക്കും? ഏതാണ്? ഗൃഹസ്ഥനായിരിക്കും അല്ലേ? ഗൃഹസ്ഥനാണ്. ആൻസർ ഡി ആണ് കേട്ടോ. 2 ആണ് ആൻസർ വരുന്നത്. ഗൃഹസ്ഥൻ. മലയാളികൾ എന്ന പദം ഏത് ബഹുവചന രൂപമാണ്? മലയാളികൾ. മലയാളികൾ ഏതാ? അല്ലിംഗ ബഹുവചനമാണ് അല്ലേ? അവിടെ മലയാളികൾ എന്ന് പറയുമ്പോൾ അവിടെ സ്ത്രീ മലയാളികളാണോ പെൺ മലയാളികളാണോ ആണാണോ പെണ്ണാണോ എന്ന് സൂചിപ്പിക്കുന്നില്ല അല്ലെ? മലയാളികൾ എന്ന് പറയുമ്പോൾ ആണും പെണ്ണും വരും. അപ്പൊ അല്ലിംഗ ബഹുവചനം. ഉൽഗതി എന്ന പദത്തിന്റെ വിപരീതം. ഉൽഗതി ഏതാണ്? ബി ആണ് കേട്ടോ. അധോഗതിയാണ് കേട്ടോ. ഉൽഗതി എന്ന പദത്തിന്റെ വിപരീത പദം ഏത്? അധോഗതി, ഉൽഗതി, അധോഗതി, ഉൽഗതി, ഉൽഗതി, അധോഗതി. മലരമ്പൻ എന്ന പദം പിരിച്ചെഴുതിയാൽ. മലരമ്പൻ എന്ന പദം പിരിച്ചെഴുതിയാൽ എ ആണ് അല്ലേ? മലര് പ്ലസ് അമ്പൻ. മലര് പ്ലസ് അമ്പൻ, മലരമ്പൻ. രാത്രി എന്ന പദത്തിന്റെ പര്യായം അല്ലാത്തത് ഏത്? അപ്പൊ രാത്രിയുടെ പര്യായ പദങ്ങൾ ഏതൊക്കെ വരും? ഏതൊക്കെയാണ്? നിശ രാത്രിയാണ്, ത്രിയാമ രാത്രിയാണ്, ക്ഷണത രാത്രിയാണ്. അപ്പൊ രാത്രിയുടെ പര്യായ പദം അല്ലാത്തത് ഏതാണ് വരിക? ക്ഷണപ്രഭയാണ് കേട്ടോ. ഇതാണ് ആൻസർ വരുന്നത്. ഇത് രാത്രിയുടെ പര്യായം അല്ല. അപ്പൊ ഈ 3 മക്കളെ പഠിച്ചു വെച്ചോ. രാത്രിയുടെ പര്യായ പദങ്ങൾ 3 പഠിച്ചു വെച്ചോ. നിശ, ത്രിയാമ, ക്ഷണത. നിശ നമുക്കറിയാം രാത്രിയാണെന്നുള്ള അറിയാം അല്ലെ? ത്രിയാമ, ക്ഷണത. താഴെ തന്നിരിക്കുന്നവയിൽ ശരിയായ വാക്യം കണ്ടെത്തുക. ഏതാ ശരിയായ വാക്യം കണ്ടെത്തുക? ഇവിടെ ആൻസർ 2 ആണ് കേട്ടോ. ഇംഗ്ലീഷിലെ പോലെ മലയാളത്തിലും എന്ത് ചെയ്യാം? തെറ്റുകൾ വരാം. നോക്കൂ, ഫസ്റ്റത്തെ ഇംഗ്ലീഷിലെ പോലെ മലയാളത്തിനും അതിലൊരു മിസ്റ്റേക്ക് അല്ലെ? പറയുമ്പോ ഒരു കറക്റ്റ് ഇത് വരണം അല്ലെ? ഇംഗ്ലീഷിലെ പോലെ മലയാളത്തിലും അല്ലെ? അതുപോലെ മലയാളത്തിനും തെറ്റാണ് അല്ലെ? ഇംഗ്ലീഷിൽ എന്ന പോലെ മലയാളത്തിലും തെറ്റി അല്ലെ? മലയാളത്തിനും എന്നാക്കാം അല്ലെ? ഇവിടെ മലയാളത്തിനും എന്നാക്കാം. ഇവിടെ എന്താക്കാം? ലും എന്നാക്കാം അല്ലെ? കണ്ടോ? തെറ്റി. അപ്പൊ ഇതും തെറ്റി. ഇംഗ്ലീഷിലും മലയാളത്തിലെ അല്ല, ഇംഗ്ലീഷിലും മലയാളത്തിലും. കണ്ടോ? ഇങ്ങനെ വരണം അല്ലേ? അപ്പൊ ഇതും തെറ്റി. അപ്പൊ ഇവിടെ ആൻസർ ഏതാ? ഇംഗ്ലീഷിലെ പോലെ മലയാളത്തിലും തെറ്റുകൾ വരാം. വെണ്ണീറ് എന്ന പദം പിരിച്ചെഴുതിയാൽ. വെണ്ണീറ് പദം പിരിച്ചെഴുതിയാൽ ഏതാണ്? എ ആണ് കേട്ടോ. വെൺ പ്ലസ് നീറ്, വെണ്ണീര്. വെൺ പ്ലസ് നീറ്, വെണ്ണീര്. വെണ്ണീറ് കേട്ടോ. വെൺ പ്ലസ് നീറ്, വെണ്ണീറ്. ശരിയായ പദം കണ്ടെത്തുക. അതിഥി എങ്ങനെ അതിഥി എഴുതും? ഡി ആണ് ആൻസർ അല്ലേ? 1 മാത്രമാണ് ശരി. ഇതാണ് ആൻസർ. അതിഥി. ആ കഴിഞ്ഞ ഫസ്റ്റ് തായതാണ് കേട്ടോ. ഫസ്റ്റ് അക്ഷരം തായതാ ഈ തായല്ലേ? എന്നിട്ട് ഇതി. ഓക്കെ, അതിഥി. താഴെ തന്നിരിക്കുന്നവയിൽ ഒരവസ്ഥയെയോ വസ്തുതയെയോ സൂചിപ്പിക്കുന്ന പഴഞ്ചൊല്ലുകൾ ഏവ? ഒരവസ്ഥ അല്ലെങ്കിൽ വസ്തുത അതിനെ സൂചിപ്പിക്കുന്ന പഴഞ്ചൊല്ല് സി ആണ് കേട്ടോ. 2ഉം 4ഉം 2ഉം 4ഉം 2, 4. കൈയാടിയാലേ വായാടൂ, പനിക്ക് പട്ടിണി. കൈയാടിയാലേ വായാടൂ, പനിക്ക് പട്ടിണി അല്ലെ? ഒരു അവസ്ഥ അല്ലെങ്കിൽ ഒരു വസ്തുത അല്ലെ? താഴെ തന്നിരിക്കുന്നവയിൽ തെറ്റായ തർജ്ജമ ഏതാണ്?
ബി ആണ് കേട്ടോ. തെറ്റായ തർജ്ജമ ഇതാണ്. സോറി റെഡ് ലെറ്റർ ഡേ ആണ് കേട്ടോ. 4 മാത്രമാണ് കേട്ടോ. അതാണ് തെറ്റായ തർജ്ജമ കേട്ടോ. റെഡ് ലെറ്റർ ഡേ അവസാന ദിവസമാണോ റെഡ് ലെറ്റർ ഡേ എന്ന് പറയുന്നത്? അല്ല അല്ലെ, ഹാപ്പി ഡേ ആണ് അല്ലെ. റെഡ് ലെറ്റർ ഡേ എന്ന് പറയുമ്പോൾ എന്താ? ഹാപ്പി ഡേ ആണ് അല്ലേ. ഓക്കെ, ഞായറാഴ്ച ലീവ് കാണുമ്പോൾ സന്തോഷം ഉണ്ടാവില്ലേ റെഡ് ലെറ്റർ കാണുമ്പോ? അങ്ങനെ ചിന്തിച്ചാൽ മതി കേട്ടോ. അപ്പൊ ഇതൊക്കെ ഒന്ന് പഠിച്ചു വെച്ചേ. ഇതൊക്കെ ഒന്ന് എന്റെ മക്കൾ പഠിച്ചു വെക്ക്. ബ്ലൂ ബ്ലഡ് എന്താ? ഉന്നത കുലജാതൻ പഠിച്ചു വെക്കണേ. ഇൻ ബ്ലാക്ക് ആൻഡ് വൈറ്റ് രേഖാമൂലം. പ്രോസ് ആൻഡ് കോൺസ് അനുകൂല പ്രതികൂല വാദങ്ങൾ പഠിച്ചു വെക്കണേ. ബ്ലൂ ബ്ലഡ് എന്താ? റെഡ് ബ്ലഡ് കണ്ടിട്ടുണ്ട് അല്ലേ. ബ്ലൂ ബ്ലഡ് എന്താ? ഉന്നത കുലജാതൻ. ഇൻ ബ്ലാക്ക് ആൻഡ് വൈറ്റ് രേഖാമൂലം അല്ലേ. ബ്ലാക്ക് ആൻഡ് വൈറ്റ് രേഖാമൂലം. വൈറ്റ് പേപ്പറിൽ ബ്ലാക്ക് പെന്നും കൊണ്ട് എഴുതും അല്ലേ. അപ്പൊ അതെന്താണ്? ഒരു രേഖയായി അല്ലേ. അങ്ങനെ കണക്കാക്കി വെച്ചോ കേട്ടോ. ഇനി ബ്ലൂ ബ്ലഡ് നമുക്ക് എന്താക്കാം? സാധാരണ എല്ലാവർക്കും ചുവന്ന രക്തമാണുള്ളത് അല്ലേ. അപ്പൊ ഒരു നീല ബ്ലഡ് ആണെങ്കിൽ അവൻ എന്തായിരിക്കണം? ഉന്നത കുലജാതനായിരിക്കും അല്ലേ. അതായത് വലിയ എന്താ പറയാ, വലിയ ഉള്ളവനായിരിക്കും അല്ലേ. ഉന്നത കുലജാതനായിരിക്കും അല്ലേ ബ്ലൂ ബ്ലഡ്. ബ്ലാക്ക് ആൻഡ് വൈറ്റ് എന്താ? വൈറ്റ് പേപ്പർ എടുക്കുക. A4 ഷീറ്റ് വൈറ്റ് പേപ്പർ ഒന്ന് മനസ്സിൽ കണ്ടേ. അതിലൊരു ബ്ലാക്ക് പെന്നും കൂടെ എഴുതുന്നു നോക്കെ. ഒരു രേഖയായില്ലേ. അതൊക്കെ അല്ലേ ഒരു രേഖ എന്ന് പറയുന്നത്. ബ്ലാക്ക് ആൻഡ് വൈറ്റ് രേഖാമൂലം. പ്രോസ് ആൻഡ് കോൺസ് അനുകൂല പ്രതികൂല വാദങ്ങൾ. റെഡ് ലെറ്റർ ഡേ ഹാപ്പി ഡേ ആണ് കേട്ടോ. അപ്പൊ അങ്ങനെ നമ്മൾ ഈ ക്വസ്റ്റ്യൻ പേപ്പർ കഴിഞ്ഞു കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ പേപ്പറുമായിട്ട് നമുക്ക് എന്ത് ചെയ്യാം? അടുത്ത ക്ലാസ്സിൽ കാണാം. അടുത്ത ക്വസ്റ്റ്യൻ പേപ്പർ അല്ലെങ്കിൽ നമ്മൾ ഇനി അടുത്തത് ഇനി എന്താ ചെയ്യാൻ ഉദ്ദേശിച്ച് അടുത്ത നാളത്തെ ക്ലാസ് വന്നിട്ട് നമ്മുടെ ജനാധിപത്യത്തിന്റെ വ്യാപനം സ്ഥാപനങ്ങളുടെ എന്ന ലെസൺ നമ്മൾ SCERT 9ാം ക്ലാസ്സിൽ ഒരു ലെസൺ എഴുതി. ഭരണഘടനയിലെ അധികാര വിന്യാസം കഴിഞ്ഞു. ഇനി നമുക്ക് എന്ത് ചെയ്യണം? ജനാധിപത്യത്തിന്റെ വ്യാപനം സ്ഥാപനങ്ങളുടെ എന്ന ലെസണിൽ പഠിച്ചു കഴിഞ്ഞാൽ മക്കളെ അതൊരു 1.5 ലെസണാണ്. കാരണം കമ്മീഷൻസിന് ഫുള്ള് മാർക്ക് വാങ്ങിക്കാം. കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നൊക്കെ മാർക്ക് വാങ്ങിക്കണമെങ്കിൽ ഈ 2 ലെസണും പഠിച്ചാൽ നല്ല മാർക്ക് കിട്ടും. പ്രീവിയസ് ക്വസ്റ്റ്യൻ പഠിച്ചു കഴിഞ്ഞാൽ കേട്ടോ. അത് ഉറപ്പാണ്. അപ്പോൾ അടുത്ത ക്ലാസ്സുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ക്ലാസ്സുകൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, താഴെ കമൻറ്റ് ചെയ്യണം, ടെലഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യണം. ഒരു മിനിറ്റിന്റെ പണിയുള്ളൂ നിങ്ങൾക്ക്. അപ്പൊ തീർച്ചയായിട്ടും സപ്പോർട്ട് ഇല്ലെങ്കിൽ മക്കളെ ഒരു അടി മുന്നോട്ട് ചലിക്കാൻ പറ്റില്ല കേട്ടോ. ഡെസ്പാകണം. കാരണം ആ ഏതാണ് ഭരണഘടനയിലെ അധികാര വിന്യാസമൊക്കെ ഞാൻ എങ്ങനെ നിങ്ങൾക്ക് ക്ലാസ് എടുത്തതാണ്. നമുക്കൊരു സപ്പോർട്ടും ഇല്ല. ഭയങ്കര വിഷമം കേട്ടോ. ക്ലാസ്സുകൾ ഇടാൻ തന്നെ തോന്നാത്തൊരവസ്ഥയാണ്. കാരണം എന്താണെന്ന് പറയുക, നമ്മളൊക്കെ ഓരോരുത്തരും അതിലൂടെ കടന്നു പോകുമ്പോൾ അതിന്റെ വിഷമം എന്താണെന്നുള്ളത് അറിയുള്ളൂ. പരമാവധി നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.